ഹായ്, ഞാൻ ദാ വീണ്ടും വന്നു വേറൊരു വീഡിയോ ആയിട്ട്. ഇന്ന് ഞങ്ങൾ വിരുന്ന് പോവാണ് എൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ഉള്ളിലോട്ട്, ഒരു 2.5 കിലോമീറ്ററോളം ഉള്ളിലോട്ടാണ് ഞങ്ങൾക്ക് വീടുള്ളത്. മെയിൻ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് ഈ ജംഗ്ഷനിലോട്ട് വരണം. ഇതാണ് ജംഗ്ഷൻ, ഇവിടേക്ക് വരണം. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ അവിടെ ചെറിയൊരു കടയുണ്ട്. അവിടെ നിന്ന് പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ, അതായത് നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ളതൊന്നും കിട്ടില്ല. അല്ലാത്ത ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങണമെങ്കിലും ഇവിടെ വരണം. അതുപോലെ ബസ് കയറണം, ഇവിടെ വരണം. ഇതാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. ഇവിടെ വരണം ബസ് കയറാനൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ടൗണാണ്, ഞങ്ങളുടെ അവിടുത്തെ ടൗണ്. അപ്പോൾ മോളാണ് ഡ്രൈവ് ചെയ്യണത്. ഞാനും മോളും കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെയുള്ള 2 പിള്ളേരും അവർ നേരത്തെ പോയി, 2 ദിവസം മുൻപേ പോയി. അപ്പോൾ മോൾക്കൊരു എക്സാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് അവളുടെ എക്സാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങട്ടെ എന്ന് വിചാരിച്ച് പോവാണ്. ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതുണ്ട്, വണ്ടിയിലുണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി ഞങ്ങളിത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ദൂരമുള്ളത് കൊണ്ട് തന്നെ ദൂരമുണ്ട്. ഞാനിത് കട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഭയങ്കര നൊസ്റ്റുവാണ്. ഞാനിതിലൊക്കെ ചെറുതാകുമ്പോൾ മുതൽ 1ാം ക്ലാസ് മുതൽ ഇതിലേ നടന്നിട്ടും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സൈക്കിളിലും ഒക്കെ ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് സ്കൂട്ടറിലും എല്ലാം ആയിട്ട് പോയിരുന്ന വഴിയാണ്. അന്ന് ഇത്രയും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും അന്നത്തെ ആ ഒരു നൊസ്റ്റു എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കുറേ നടന്നിട്ട് പോയി, പിന്നെ സൈക്കിളിൽ പോയി, പിന്നെ സ്കൂട്ടറിൽ പോയി. അങ്ങനെയൊക്കെ നമുക്കതൊക്കെ എത്രയായാലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ തവണ വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ ചിന്തകളല്ലേ ഉണ്ടാവുന്നത്. നമുക്ക് പഴയ ഓരോ ഓർമ്മകളല്ലേ നമുക്ക് വരിക. എനിക്കങ്ങനെയാണ്. എനിക്ക് ഓരോ തവണ ഇപ്പോൾ നമ്മളെങ്ങനെ വരികയാണെങ്കിലും ആ ഭാഗങ്ങളിലെത്തുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരും. പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള കട്ടപ്പുറങ്ങളിലൂടെ, നമ്മളെന്താ പറയുക, ഓഫ് റോഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കടന്നിട്ട് വേണം എൻ്റെ വീടെത്താൻ. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ അവർ വഴിക്ക് മാത്രം വിട്ടു കൊടുത്തിരിക്കുക. അപ്പോൾ അത് ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, അവരിപ്പോൾ വളച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പം വീട്ടിലേക്ക് വണ്ടി പോവില്ല. അപ്പോൾ ഇവിടെ വേറൊരു വീട്ടിൽ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ നടന്നിട്ടാണ് പോവുക. വീട്ടിലേക്ക് വണ്ടി പോവില്ല. കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക്, നടന്നിട്ട് തന്നെ പോകണം, വേറെ ഒരു നിവർത്തിയില്ല. അപ്പം പോവുമായിരുന്നു വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ. പണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതിലേ നടന്നിട്ട് തന്നെയാണ് വരിക. ഞങ്ങൾ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു, പിന്നെ അത് വഴി ഇല്ലാണ്ടായി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പഴയ പോലെ തന്നെ നടന്നിട്ട് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ നടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട്. അപ്പം അങ്ങനെ നടന്ന് പോവാണ്. അപ്പം പക്ഷെ നമുക്ക് നടക്കുമ്പോഴേക്കും ഇങ്ങനെ ഓരോന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇതിലേക്ക് പോയതും നടന്നു പോയിരുന്നതും. ഞാനും എൻ്റെ ഏട്ടനും, എനിക്കൊരു ബ്രദറാണുള്ളത്, അപ്പം ഞാനും എൻ്റെ ഏട്ടനും കൂടെ നടന്ന് സ്കൂളിൽ പോയിരുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓർത്ത് ഇങ്ങനെ നടക്കും. അതിപ്പം നമ്മളെപ്പോഴും ഓർക്കുന്ന പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് നമ്മളത് ഓർത്തില്ലെങ്കിൽ പോലും അതിങ്ങനെ അറിയാതെ വരും. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ മനസ്സിലേക്ക് എല്ലാം ഇങ്ങനെ എന്താ പറയുക, 1 by 1 ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞങ്ങൾ പറമ്പിൽ കൂടെ നടന്ന് പാടത്തെത്തി. പിന്നെ പാടത്ത് കൂടെ പോകണം കേട്ടോ. ഞങ്ങൾക്ക് പാടത്ത് കൂടെ വേണം വീട്ടിലേക്ക് പോകാൻ, വേറെ വഴിയൊന്നുമില്ല. ആ കാണുന്നതാണ് എൻ്റെ വീട്. അവിടെ എത്തണം. പാടത്ത് ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞതുകൊണ്ട് പാടത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഡ്രൈ ആയി കിടക്കണം. മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ കൊയ്ത്തെല്ലാം കൊയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ.
അധികം ആയിട്ടില്ല കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞിട്ട്. കൊയ്ത്ത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പൂട്ടിയല്ല ഇടുള്ളൂ. 1-2 മഴയൊക്കെ പെയ്തതിന് ശേഷം മാത്രമേ പൂട്ടിയിടത്തുള്ളൂ. കണ്ടില്ലേ, പൂട്ടിയിട്ടില്ല, വണ്ടി പൂട്ടിയിട്ടില്ല. അപ്പോൾ എന്താ കൊയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വണ്ടികളൊക്കെ പോയപ്പോൾ നെല്ല് കൊട്ടാനും ഒക്കെ ആയിട്ട് വണ്ടികളൊക്കെ പോയപ്പോൾ ആ ഭാഗം കുറച്ച് നല്ലൊരു നടക്കാനുള്ള ഭാഗത്തിനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് വീടെത്തണം. വീട്ടിലേക്ക് വഴിയില്ല. അതേ വരമ്പത്ത് കൂടെയൊക്കെ പോകാൻ പറ്റില്ല. വരമ്പത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പിള്ളേരോട് പറയുന്നത് വരമ്പത്ത് കൂടെ പോകണ്ടാന്ന്. പശുവൊക്കെ കയറിയിട്ടൊക്കെ കുഴിയുണ്ടാവും. മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ സോഫ്റ്റായി കിടക്കുന്ന സമയത്തോ അതിലെ പശുക്കളൊക്കെ നടക്കുമ്പം കുഴിയുണ്ടാവും. അപ്പം അതിൽ നടക്കുമ്പം കാലൊക്കെ അതിനകത്ത് പെടും. അപ്പം പാടത്ത് കൂടെ നടക്കുന്നതാണ് നല്ലത്. നടന്ന് ഞങ്ങൾ തൊടിയിലെത്തി. ഞങ്ങൾ അപ്പുറത്ത്, അതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം, മറ്റേ സൈഡാണ്. അപ്പോൾ അവിടെ നെല്ലെല്ലാം കൂട്ടി വെച്ചിരിക്കുക വഴിയിൽ. അപ്പോൾ അവിടെ ഉമ്മറത്തെ സൈഡിൽ നെല്ല് കൂട്ടി വെച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അതിലേ കയറാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ തൊടിയിൽ കൂടെ കയറി, സൈഡിൽ കൂടെ കയറുകയാണ്. അപ്പോൾ കയറിയ പാടെ ആദ്യം നോക്കിയത് അമ്മ എന്താ ഉണ്ടാക്കിയിരിക്കണതെന്നാണ് നോക്കിയത്. അപ്പം ചോറുണ്ട്, പിന്നെ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കുട്ടികൾ നേരത്തെ എത്തിയിരുന്നു, അവർ 2 ദിവസം മുൻപേ എത്തി, ചെറുതുങ്ങൾ. അപ്പം അവർ വന്നപ്പോൾ തന്നെ ഞാനും മോളും പോണ കാര്യം ഡൗട്ടായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ തന്നെ ചിക്കൻ എടുത്തു. അപ്പോൾ അതിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ പയറുതോരനും ചമ്മന്തിയും ചീരപ്പേരി ഉണ്ടായിരുന്നു. അതെ, അവർ രണ്ടും പിന്നെ അമ്മൂച്ചിയുടെ താഴെ കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ കിടക്കുക. നല്ല ചൂടാണ്. പക്ഷേ ഹസ്ബൻഡ് അവിടെ അത്ര ചൂടില്ല. അവിടെ നെൽപ്പാടങ്ങളല്ല, അവിടെ തെങ്ങും കവുങ്ങൊക്കെ ആയതുകൊണ്ട് അവിടെ അത്രയ്ക്ക് അങ്ങനെ ചൂട് അറിയുന്നില്ല. പക്ഷേ എൻ്റെ ഇവിടെ നെൽപ്പാടങ്ങളാണ്. പിന്നെ ചുറ്റും കൊയ്ത്തും കഴിഞ്ഞില്ലേ, അപ്പം മൊത്തം ഡ്രൈ ആയി കിടക്കുന്നത് കാരണം നല്ല ചൂടാണ്. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് കുട്ടികളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ മോര് കൂട്ടിയിട്ട് കഴിക്കുകയാണ്. മോരൊഴിച്ചു. പിന്നെ ചിക്കനും ചമ്മന്തിയും തോരനൊക്കെ ആയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ?